ഹലോ ഇൻസ്പെക്ടർ സർ, വോൾക്കനോയിൽ ബോംബ് വയ്ക്കാൻ പോവാണ്. വോൾക്കനോയിൽ ബോംബോ? സർ, ഇപ്പോ എല്ലാവരും അപകടത്തിലാണ്. സർ, ഇപ്പോ എന്തെങ്കിലും ചെയ്യണം പ്ലീസ്. ഞാൻ പറയുന്നത് വിശ്വസിക്കണം സർ. എടാ റാം, ഉടനെ വണ്ടി എടുക്ക്. സാറേ, വണ്ടി നമുക്ക് പിന്നെടുക്കാം. സാറിന്റെ പാന്റ് ഒരു മഞ്ഞ ഷെഡി കാണുന്നു. പാന്റ് വേഗം. മനസമാധാനായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഈ വേദ നഗരത്തിനെ ഉണർത്തേണ്ട സമയം അടുത്തിരിക്കുന്നു. വേദാസ് ടിവി ചാനലിലേക്ക് എരിപൊരു ന്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ നാട് നശിപ്പിക്കുന്നതായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട പ്ലാൻ എന്ന് തോന്നുന്നു. ശിവ, അവര് വലിയ ക്രിമിനൽസ് ആണെന്നാ തോന്നുന്നത്. നീ സൂക്ഷിച്ചിരിക്കണേ. ശിവ എവിടെ പോയി? അത് അവിടെ പോകുന്നു. സാർ ഒന്ന് വേഗം പോണം. അവനെ സഹായിക്കണം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത, ഗുണ്ടകൾ വോൾക്കാനയുടെ അകത്ത് ബോംബിട്ട് പൊട്ടിച്ച് ലാവ ഒഴുക്കാൻ ശ്രമിക്കുകയാണ്. വേദ നഗരത്തെ നശിപ്പിക്കാൻ പോകുന്നു. ദാ നോക്കൂ, ഒരു ചെറിയ കുട്ടി അത് തടയാനായിട്ട് ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവന്റെ പേരാണ് ശിവ. എന്തോന്നാണ് അവിടെ ചെയ്യുന്നത്? നിങ്ങളെ പിന്തുടർന്നൊരു ചെറുക്കം വരുന്നത് കണ്ടില്ലേ? അവൻ എല്ലാ ചാനലുകളിലും ഈ കാര്യം അറിയിച്ചിരിക്കുന്നു. അറിയോ? സ്റ്റാൻലിയാർ ഇവിടെ ഷൂട്ട് ചെയ്യാണ്. മിഷൻ നിർത്തേണ്ടി വരും. ഒരിക്കലും മിഷൻ നിർത്താൻ പാടില്ല. ഞാൻ വിചാരിച്ചതുപോലെ ചെയ്തില്ലെങ്കിൽ പണി കൊടുത്തിരിക്കും. അവനിട്ടൊരു പണി കൊടുത്തേക്ക്. ഓക്കേ ബോസ്, നിങ്ങൾ ചെല്ലേ. ഇത് നമ്മുടെ ശിവയല്ലേ? വേദ നഗരത്തെ രക്ഷിക്കുക എന്നത് മാത്രമാണ് ഇപ്പൊ അവന്റെ ചിന്ത. ഇവന് രക്ഷിക്കാൻ പറ്റുമോ? ശിവയ്ക്കിനി മുന്നോട്ട് വരാൻ കഴിയില്ല. കാരണം അപകടം പിടിച്ച വഴികളാണ്. ഇതാ അവൻ തിരിക്കുന്നു. നീ എവിടേക്കാ കുട്ടി പോണേ? എന്റെ കൈയിന്റെ തരിപ്പ് മാറ്റണം. ഓളിന്ന് ഇറങ്ങി വാ. പിന്നെയും അവനിതാ മുകളിലേക്ക് വരുന്നു. ഭയങ്കര അപകടം പിടിച്ച വഴികളാണ്. അവൻ അതൊന്നും ചിന്തിക്കാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നിർത്താൻ. ശരിക്കും ബുദ്ധിയില്ലാത്ത ചക്കര. അവൻ എന്താ ചെയ്യുന്നെന്ന് അവന് തന്നെ അറിയുന്നില്ല. ആ ഭാഗത്തേക്ക് ആർക്കും തന്നെ പോകാനേ പറ്റില്ല. ശിവ പോകല്ലേ? സാറേ, പാന്റ് ഊരി.
ഇത് വല്ലാത്തൊരു അതിശയം തന്നെയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? കുത്തനെയുള്ള പാറയിൽ ആരും തന്നെ സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കുകയില്ല. ബോംബ് നിങ്ങൾ പിന്നെ ഇട്ടാലും മതി. ആദ്യം ആ ശിവയുടെ കഥ കഴിക്കാം. വാ, കൊള്ളാം, നമ്മുടെ ശിവ വീണ്ടും വന്നു. ഇനി പെട്ടെന്ന് ആ ബോംബെടുത്ത് അകത്തേക്കിട്. ഇനി നിനക്ക് രക്ഷയില്ല കുട്ടി. ഞങ്ങള് നിന്നെ അടിച്ച് പരത്തിക്കളയും. എന്താ കാണണോ? എന്നെ കുട്ടീന്ന് വിളിക്കരുത് അങ്ക. കുട്ടിയെ കുട്ടീന്ന് വിളിക്കാതെ പിന്നെ ഞാൻ എന്താ വിളിക്കുക? കുട്ടി. ഇപ്പൊ ശരിയാക്കാം നിന്നെ. എന്റെ കാല്. ശിവ, എന്റെ പേര് ശിവ എന്നാണ്. ഞാൻ വിചാരിച്ചത് നടന്നില്ലെങ്കിൽ പണി കൊടുത്തിരിക്കും മോനെ. അല്ല, നീ ഒരു ചെറിയ കുട്ടിയാണല്ലോ. ചോല ബോസേ, അവനെ കുട്ടി എന്ന് വിളിക്കല്ലേ. അങ്ങനെ വിളിച്ചാൽ അവൻ തല്ലും. എടോ, ഞാൻ ഇവനെ കുട്ടീനെ വിളിക്കൂ. കുട്ടി 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 കുട്ടി. എന്നെ കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. അങ്ങനെ വിളിക്കരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞതല്ലേ. പിന്നെ ഞാൻ നിന്നെ എന്താ വിളിക്കേണ്ടത്? ശിവ, എന്റെ പേര് ശിവ എന്നാണ്. ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ ശരിക്കും പണി കൊടുത്തിരിക്കും. എന്നാ നീ അങ്ങോട്ട് ചെല്ല്. വോൾക്കാനയുടെ തീ കെടുത്ത് 15 മിനിറ്റേ ഉള്ളൂ. പോലീസ് അങ്കിൾ, അങ്കിൾ ഇയാളെ നോക്കിക്കോളൂ. ബോംബിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കേ സാർ. ഞാൻ എന്തിനാ ഇപ്പൊ ശിവനെ സാറെന്ന് വിളിക്കുന്നത്?
ശിവ ധൈര്യപൂർവമായി വേദനഗരത്തെ രക്ഷിച്ചിരിക്കുന്നു. ശിവ, നീ ഒറ്റൊരുത്തം കാരണമാണ് ഇന്ന് ഈ വേദാനഗരം മുഴുവൻ രക്ഷപ്പെട്ടത്. ഓ, സല്യൂട്ട് ടു യു.